السلام عليكم ورحمة الله وبركاته. الحمد لله وعليكم السلام وعليكم السلام. الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد ഒന്നും കാണുന്നില്ലല്ലോ, ഉസ്താദിന് മാത്രമേ وعلى കാണുള്ളൂ. آله وصحبه أجمعين. കാണുന്നുണ്ട്. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد ഉസ്താദിന് മാത്രമല്ല കാണുന്നത്. من لقاءات تدبر القرآن. إن شاء الله سنتدبر من آية من آية 75 بعد 200 إلى آية 81 إلى بعد 200 إن شاء الله. سترون الشاشة إن شاء الله. الآن ترون الشاشة. കണ്ടോ? ഞാൻ ഞാൻ അതന്നെ കണ്ടോന്ന് ചോദിച്ച് ഷാഷാന്നൊക്കെ ചോദിച്ചപ്പോ എന്താ മനസ്സിലായില്ല. ഷാഷ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മനസ്സിലായില്ല. ഷാഷ എന്ന് പറഞ്ഞാൽ സ്ക്രീൻ. ഷാഷ എന്ന് പറഞ്ഞപ്പോഴേ സ്ക്രീൻ. ഇനി അടുത്ത പ്രാവശ്യം പറയുമ്പോഴെങ്കിൽ മനസ്സിലാവുമല്ലോ. അല്ല, തെറ കണ്ടോ ഷാഷാന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താന്നുള്ളത് തറവുൻ. അപ്പൊ എങ്ങനെയൊക്കെ മനസ്സിലാവും. അപ്പൊ 50% വാക്ക് മനസ്സിലായാൽ ആശയം മനസ്സിലായാലും അപ്പൊ നിങ്ങളെ കാണും. തറവുനാന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. അത് മനസ്സിലായി. അപ്പൊ പിന്നെ കാണും. ഓക്കെ. ഷാഷ എന്ന് പറഞ്ഞ സ്ക്രീൻ. അറബിയിലാണ് ഷാഷാന്ന്. നമ്മളെല്ലാം അറബിയിലേക്ക് പോവാണ് ഇനി. لا حياة بدون اللغة العربية. بدون اللغة العربية. അറബി ഭാഷയില്ലാതെ ജീവിതമില്ല. ജീവിക്കോ? ഇല്ലേ കബറെ കൊണ്ടുവയ്ക്കും. കബറെ കൊണ്ടുവയ്ക്കുമ്പോഴും അറബിയാണ്. ഇരിക്കുമ്പോൾ ബാങ്ക് വിളിക്കണമെന്ന് പറയും. അപ്പൊ അറബിയാ പറഞ്ഞു കൊടുക്കുന്നത്. കബർ കൊടുക്കുമ്പോൾ ഖബർ എന്ന് പറയുന്നത് അറബിയാണ്. എല്ലാം അറബിയാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ കുറച്ച് മലയാളം പറയുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മലയാളം അറബി ആക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പൊ നാം ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയതിൽ അപ്പോ സക്കാത്ത് അർഹർക്ക് കൊടുക്കണം. അപ്പൊ സക്കാത്തിന് അർഹരായ ഒരു വിഭാഗം ആൾക്കാർ അവരെങ്ങനെയുള്ളവരായിരിക്കും എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത്. പിന്നെ അപ്പം അങ്ങനെയുള്ള അങ്ങനെ ഫുക്ര ഉണ്ടാവും. ആ ഫുക്ര അവര് ദീന്റെ മാർഗത്തിൽ തന്നെ പണിയെടുത്തോണ്ടിരിക്കുകയായിരിക്കും. അവർ നമ്മൾ അറിഞ്ഞു കണ്ടു ചെയ്യണം എന്നാ പറഞ്ഞത്. പിന്നെ ഈ പല കാര്യങ്ങൾ പറഞ്ഞപ്പോ എല്ലാം ഒരാളെ കുറിച്ച് മാത്രം ആണെന്ന് വിചാരിക്കണ്ട. എന്ന് പറഞ്ഞപ്പോ അത് വേറൊരു കുട്ടിയെ കുറിച്ച് വേണമെങ്കിലും ആകാം. ചില ആൾക്കാരെ നമുക്കറിയാൻ പറ്റില്ല. യഹ്സബുഹുമുൽ അഗ്നിയാ മിന തഅഫുഫി, അവര് മാന്യത കാണിക്കുന്നത് കാരണം അവരെ കുറിച്ച് അവർ സമ്പന്നരാണ് എന്ന് അറിവില്ലാത്തവൻ വിചാരിച്ചു പോകും. എന്ന് പറഞ്ഞ ഒരു വിഭാഗം, അങ്ങനെ ഒരു വിഭാഗം ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് അറിഞ്ഞ് അവർക്ക് സക്കാത്തും സദഖാത്തും നൽകണം. നമ്മളെപ്പോഴും നടക്കാറുണ്ട് സക്കാത്ത് 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 വിളിക്കാം. സക്കാത്ത് എത്രയാണ്? 2.5%. 2.5% എന്ന് പറഞ്ഞാല് 100 രൂപ ഉണ്ടെങ്കിൽ
2.5 കൊടുക്കുന്നത്. ബാക്കി 97 നമുക്ക് എന്തിനുള്ളതാ? നമുക്ക് അടിച്ചു പൊളിക്കാനുള്ളതാ? അല്ല. അങ്ങനെയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം നമ്മുടെ സഹോദരൻ അപ്പൊ അവിടെ ജാറ് അയൽവാസി വിശന്ന് അയൽവാസി വിശന്നിരിക്കെ വയറ് നിറച്ചുള്ളവൻ നമ്മിൽപ്പെട്ടവനെന്ന് പറഞ്ഞില്ലേ? ആ അപ്പൊ അവിടെ ജക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ എന്റെ ജക്കാത്ത് കൊടുത്തായിരുന്നു, പിന്നെ അവർക്കൊന്നും കൊടുക്കാനില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അവന് കൊടുത്തതിന് നമ്മുടെ ബാധ്യതയാണ്. ചിലപ്പോൾ ജക്കാത്തിന് അപ്പുറവും സാമ്പത്തിക ബാധ്യത ഉണ്ടാവും. ചിലപ്പോൾ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടം തന്നെ ആവശ്യപ്പെടും, കൂടുതൽ പണം ആവശ്യപ്പെടും. അപ്പോഴൊക്കെ കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ ജക്കാത്ത് 2.5%, കൃഷിയുടെ 5 അല്ലെങ്കിൽ 10% മാത്രമല്ല, കൃഷിയുടെ 5 അല്ലെങ്കിൽ 10% കഴിച്ചാൽ ബാക്കി 90 ഉണ്ട് അല്ലെങ്കിൽ 95 ഉണ്ട്. അപ്പൊ അതൊന്നും മാത്രമല്ല സാമ്പത്തിക വ്യയം എന്ന് പറയുന്നത്. മറിച്ച് എന്താണ്? ആ സമൂഹത്തിന് ആവശ്യമായതൊക്കെയും ചെലവഴിക്കണം. അപ്പൊ എത്രത്തോളം ചെലവഴിക്കാം? നിങ്ങൾ ഏതെങ്കിലും ഒരു വാക്ക് ഓർമ്മയുണ്ടോ? യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് ചെലവഴിക്കേണ്ടതെന്ന് അവർ ചോദിക്കുന്നു. ഉലിൽ അഫ്വ്, ഓൾ ദ ബാലൻസ്, ഓൾ ദ റിമൈനിങ്. ഉലിൽ അഫ്വ് എന്ന് പറഞ്ഞാൽ മിച്ചമുള്ളതെല്ലാം. ബാക്കി വെച്ചേക്കേണ്ട കാര്യമില്ലെന്നാ പറഞ്ഞത്. നമ്മളെ കുട്ടിക്ക്, പേരക്കുട്ടിക്ക്, അതിന്റെ കുട്ടിക്കൊക്കെ ഉള്ള എസ്റ്റേറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ, ഒരു വണ്ടി, അയാൾക്ക് വീട്, അതൊന്നും ഇസ്ലാം പറയുന്നില്ല. മറിച്ച് അർഹരായ ആൾക്കാരെ പരിഗണിക്കുക എന്നതാണ്. പിന്നെ അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്. അത് റിബയെ കുറിച്ചാണ്. റിബ, പലിശ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس، ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا، فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون يمحق الله الربا ويربي الصدقات والله لا يحب كل كفار أثيم إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين فإن لم تفعلوا فأذنوا بحرب من الله ورسوله وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا تظلمون وإن كان ذو عسرة فنظرة إلى ميسرة وأن تصدقوا خير لكم إن كنتم تعلمون واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. റിബ എന്ന് പറഞ്ഞാൽ എന്താണ്? പലിശ. പലിശ. അല്ലദീന യഅ്കുലൂന റിബ എന്നാ പറഞ്ഞു, പലിശ തിന്നുന്നവൻ. റിബ എന്ന് എഴുതുന്നത് കണ്ടാണ്. റിബ എഴുതിയിട്ട് ബന് ശേഷം വാവാണ് പ്രിന്റിലുള്ളത്. അതിന്റെ മുകളിൽ ഒരു അലിഫ് ഇട്ടിട്ടുണ്ട്. എന്റെ അർത്ഥം മുകളിലുള്ള അലിഫാണ് ഉച്ചാരണം, വാവ് എഴുത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ റിബ എന്നാണ് പറയുന്നത്. അതിനുശേഷം ഒരു അലിഫുണ്ട്. ആ അലിഫ് കംപ്ലീറ്റ്ലി സൈലന്റ് ആണ്. ഒരക്ഷരത്തിന്റെ മുകളിൽ മറ്റൊരക്ഷരം ചെറുതോ വലുതോ ആയ മറ്റൊരു അക്ഷരം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മുകളിലുള്ള അക്ഷരമാണ് ഉച്ചരിക്കേണ്ടത് എന്നാണ്. ഒരക്ഷരത്തിന്റെ മുകളിൽ സർക്കിൾ, ഇവിടെ അലിഫിന്റെ മുകളിൽ ഇട്ടിരിക്കുന്ന പോലത്തെ സർക്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ അക്ഷരം പൂർണ്ണമായും സൈലന്റ് ആണ് എന്നാണ്. അപ്പോ അങ്ങനെ പലിശ തിന്നുന്നവനെ കുറിച്ച് നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. പലിശ കൺസ്യൂം ചെയ്യുന്നവൻ കേട്ടോ,
അപ്പൊ തിന്നുക എന്ന് പറഞ്ഞാൽ പലിശ തന്നെ ഇങ്ങനെ തിന്നാൻ പറ്റില്ല. അതിനെ കൺസ്യൂം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് ബാക്കി കാര്യങ്ങൾ എന്ത് കാര്യം വരുന്നാലും അത് അത് കറണ്ട് ചാർജ് അടിച്ചാലും അല്ലെങ്കിൽ വെള്ളക്കരം അടച്ചാലും വീട്ടുകാരം കൊടുത്താലും എന്തായിട്ടായിരുന്നാലും പലിശ കൺസ്യൂം ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ലാ യഖൂമൂന, അങ്ങനെ ഉപയോഗിക്കുന്നവർ, ലാ യഖൂമൂന, അവർ എഴുന്നേൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ പുനരുദ്ധാന ദിവസം. ലാ യുബഅസൂന, അവർ ഉജ്ജീവിപ്പിക്കപ്പെടുകയില്ല. ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു. ഇതിന്റെ അർത്ഥം എത്തുന്നല്ലോ നമുക്ക്, അല്ലേ? എങ്ങനെ? പിശാചിന്റെ അടിയേറ്റ് വീണവൻ എഴുന്നേക്കുന്നത് പോലെ. തഖബ്ബത, തഖബ്ബത്ത് എന്താ? കുഴപ്പത്തിലായി ബാധയുണ്ടായി. ബാധയുണ്ടായി. ബാധ നമ്മൾ പറയില്ല, അവനെന്തോ ജിന്ന് ബാധിച്ചു, അതുപോലെ ബാധിച്ചു എന്ന് പറയില്ല. അങ്ങനെയുള്ള സാമൂഹികമായ പ്രയോഗമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതിന്റെ നിയമവശമൊന്നുമല്ല. അങ്ങനെ ബാധയുണ്ടാവുമോ എന്നുള്ളതല്ല. ആൾക്കാർ പറയും അവന് പിശാച് ബാധിച്ചുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ തഹബ്ബത ശൈത്വാനു മിനൽ മസ്, മസ്സും കൂടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ പിശാച് ബാധിച്ചത്. മസ് എന്ന് പറഞ്ഞാൽ സ്പർശനം. യതഹബ്ബതുഹു ശൈത്വാനു മിനൽ മസ് എന്നാണ്. മനുഷ്യൻ, പിശാച് അവനെ കുഴപ്പത്തിലാക്കി, അവനെ സ്പർശിച്ചുകൊണ്ട്. രണ്ടും കൂടെ ചേർത്താണ്, 3 വാക്കുകൾ ചേർത്താണ് പിശാചിന്റെ ബാധയേറ്റവൻ കമാ യഖൂമു. പിശാചിന്റെ ബാധയേറ്റവൻ എന്ന് പറയുന്നത് ആ 3 വാക്കിന്റെയും ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചു. എന്ന് പറഞ്ഞാൽ ദുർബാധയുണ്ടായി അല്ലെങ്കിൽ കുഴപ്പത്തിലായി എന്നാണ് അതിന്റെ വാക്കർത്ഥം. മസ്സുൻ എന്നതിന് മിൻ വരുമ്പോ എന്താവും? മിനൽ മസ്സി. അൽ മസ്സു എന്ന് പറഞ്ഞാൽ മസ്സയുടെ ക്രിയാധാതു. മസ്സ യമസ്സു മസ്സുൻ. മസ്സ മസ്സു എന്ന് പഠിച്ചില്ലേ നമ്മള്? മസിസ്ത മസിസ്തും. ഇംസസ് ഇംസസ് ഇംസസു എന്ന് പറഞ്ഞു. ഇംസസ് എന്ന് പറഞ്ഞു. മസ്സ മസ്സു എന്നും പറയാം, അല്ലെങ്കിൽ ഇംസസ് മസ്സു എന്നും പറയാം. ഇംസസ് അല്ലേ അതിന്റെ ക്രിയാധാതു? ഇംസസ് ക്രിയാധാതു ആണോ? ഇഫ്തഹ് പറയുന്നത് പോലെ ഇംസസ് കൽപ്പന ക്രിയ. അതിപ്പം അങ്ങനെ അതിനെ ചിന്തിച്ചിട്ട് ഇപ്പൊ ബേജാറാകണ്ട. ഇങ്ങനെ ആയാലും പിന്നെ തഹബ്ബത്തുഹു ശൈത്വാനു മിനൽ മസ്സായി പോകും. കാരണം മസ് ആകെ കുറച്ചു പ്രാവശ്യം വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മളിതൊക്കെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ എക്സസൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താവും? അതുപോലുള്ള വാക്കൊന്നും നമുക്ക് മനസ്സിലാകും. അപ്പൊ അതിൽ ചിലപ്പം മസ്സ എന്നത് മസ്സ മസൂ, മസ്സയുടെ മാവ് എന്താണ്? ബഹുവചനം മസൂ. അതേപോലെ ഇംസസ് എന്ന് പറഞ്ഞാൽ കൽപ്പന ക്രിയ. ഇംസസിന് പകരം മസ്സ എന്നും പറയാം. ലന്നയമുന്നുവിന്റെ കൽപ്പന എന്താണ്? ലന്നയമുന്നു. നമ്മൾ എന്ത് പറഞ്ഞു കൽപ്പന? മുന്ന എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ മസ്സ എമസുവിന്റെ കൽപ്പന എന്താകാം? ജാ കളഞ്ഞിട്ട് ബാക്കിയുള്ളത് കൽപ്പനയാക്കാം. അപ്പൊ മസ്സ കൽപ്പനയായിട്ടും എടുക്കാം. പക്ഷേ അതിന്റെ മാളിയും കൽപ്പന രൂപവും ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇംസസ് എന്ന് വിളിച്ചത്. പിന്നെ മസ്സൂ, ഇംസസൂ എന്നും പറയാം. ഇംസസൂ എന്നും പറയാം. എനിവേ, അപ്പം മിനൽ മസ് ഇവിടെ എന്താണ്? സ്പർശനം. പിശാചിന്റെ സ്പർശനമേറ്റ് കുഴപ്പത്തിലായവൻ എന്നതുപോലെയാണ്. പിശാചിന്റെ ബാധയേറ്റവൻ എഴുന്നേക്കുന്നത് പോലെ. അപ്പൊ അങ്ങനെ സമൂഹത്തിലുള്ള സംസാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുകയില്ല എന്നുള്ളതല്ല വിഷയം. ജനങ്ങൾ പറയല്ല അവന് പിശാച് ബാധിച്ചിരിക്കുകയാണ്, ജിന്ന് ബാധിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ളവൻ എഴുന്നേക്കുന്നത് പോലെ എങ്ങനെ എന്താ പറയാ, ഒരു
ലക്കും ലഗാനുമില്ലാതെ ആയിരിക്കും അവൻ എഴുന്നേക്കുന്നത്. ഖിയാമത്ത് നാളിൽ യൗമയുടെ അസൂന അവർ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ദിവസം അവനൊരു ബോധം ഉണ്ടാവില്ല. ജാലിക ബിഅന്നഹും ഖാലു ഇന്നമൽ ബൈഉ മിസ്ലു റിബ. അവര് പറഞ്ഞു, അയാൾ സാധനം വാങ്ങിക്കൊടുത്തു, ഞാൻ പൈസ കൊടുത്തു. അയാൾ സാധനം വാങ്ങിക്കൊടുത്തിട്ട് കൂടുതൽ ലാഭം വാങ്ങി, ഞാൻ പൈസ കൊടുത്തിട്ട് കൂടുതൽ ലാഭം വാങ്ങി. ഒരേപോലാണെന്ന്. അല്ലെ? ഒരാള് കച്ചവടം ചെയ്തു, അയാള് 1000 രൂപയ്ക്ക് സാധനം വാങ്ങിയിട്ട് 1250 രൂപ കൊടുത്തു. ഞാൻ എന്ത് ചെയ്തു? ഒരാൾക്ക് 1000 രൂപ പൈസയായിട്ട് കൊടുത്തിട്ട് ഞാൻ 1250 രൂപ വാങ്ങി. അപ്പൊ ഇത് രണ്ടും ഒരേപോലെയാണ് എന്ന് എന്ത് ചെയ്തു? അക്കാലത്തെ ആൾക്കാർ പറഞ്ഞിരുന്നു. ഞാൻ 1000 രൂപയുടെ സാധനം വാങ്ങിയിട്ട് 1250 രൂപയ്ക്ക് കൊടുക്കുന്ന പോലെയല്ലേ 1000 രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങുമ്പോൾ 1250 വാങ്ങുന്നത് എന്ന് പറഞ്ഞു. ദാലിക അന്നഹും ഖാലു ഇന്നമൽ ബൈഉ മിസ്ലു റിബ. കച്ചവടം പലിശയെ പോലെ തന്നെയാണ് എന്നവർ പറഞ്ഞു. അപ്പൊ കച്ചവടം അനുവദനീയമാണെങ്കിൽ പലിശയും അനുവദനീയമാണ് എന്ന് അവർ പറഞ്ഞത് കാരണം അവരെഴുന്നേൽക്കുമ്പോൾ പിശാചിന്റെ ബാധയേറ്റവൻ എഴുന്നേറ്റിരിക്കുന്നത് പോലെ ഒരു ലക്കും ലഗാനും ഇല്ലാതെയായിരിക്കും അങ്ങനെ. യാഥാർത്ഥ്യം എന്താണ്? വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. പണം നമ്മളെ കയ്യിൽ വെച്ചേക്കാതെ നമ്മൾ ആ പണം മാർക്കറ്റിൽ കൊടുത്തു അതിന് പകരം വേറെ പ്രൊഡക്റ്റ് വാങ്ങി ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വരുന്ന ആൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ലാഭം കൂട്ടി. മാന്യമായ ലാഭത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല? ഒരു നിശ്ചിത ശതമാനം എന്ന് വയ്ക്കുന്നില്ല. അവിടെ മാന്യമായ എന്ന് മാത്രമേ ഉള്ളൂ. അമിതമായ എന്ന് പറയാം. മിതമായ ലാഭം എടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ചിലപ്പോ യാത്രക്കൂലി എടുക്കേണ്ടി വരും, ചിലപ്പോ സ്ഥാപനത്തിന്റെ റെന്റ് ബിൽഡിങ്ങിന്റെ റെന്റ് എടുക്കേണ്ടി വരും, ചിലപ്പോൾ കറണ്ട് ചാർജ് എടുക്കേണ്ടി വരും, ചിലപ്പോൾ ഉദ്യോഗസ്ഥന്റെ തൊഴിലാളിയുടെ ശമ്പളം എടുക്കേണ്ടി വരും. ഇതെല്ലാം ഒരു സാധനത്തിനല്ലല്ലോ, കുറേ സാധനം ഉണ്ടാവും. ഇപ്പോഴത്തെ കണക്കാണെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളുണ്ടാവും. അപ്പൊ എല്ലാത്തിനും കൂടെയാണ് ആ ലാഭം എന്ത് ചെയ്യുന്നത്, ആ ചാർജസ് പോകുന്നത്. ആ ചാർജസ് എല്ലാം കണക്കാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാർജിൻ ഇടുന്നത്. അതിപ്പോ പറഞ്ഞ MRP-കാർ ഇടുന്നതും എന്താണ് അങ്ങനെ തന്നെയാണ്. MRP-കാർ ഇപ്പൊ ഇടുന്നതാണ് കൊള്ള ലാഭങ്ങളാണ്. അവര് അതിന്റെ പകുതിയൊക്കെ ലാഭത്തിനാണ് പലരും വിൽക്കുന്നത്. MRP ഇട്ടിട്ട് MRP-യുടെ പകുതി വിലയല്ല, MRP ഇടുമ്പോൾ അവർ ലാഭം മാർജിൻ ഇടും. ആ മാർജിന്റെ പകുതി എടുത്താൽ തന്നെ കച്ചവടക്കാർക്ക് മിതമായ ലാഭം കിട്ടും. അപ്പൊ ആ രീതിയിലുള്ള പല ഉൽപ്പന്നങ്ങളും, എല്ലാ ഉൽപ്പന്നങ്ങളും കാണുന്ന ഞാൻ പറയുന്നത്. ചില എളുപ്പത്തിൽ വിറ്റുപോകുന്ന വേറെ ചില സംഗതികൾക്ക് വളരെ ശതമാനം കുറവായിരിക്കും, ശതമാനം കൂടുന്ന ഇതുണ്ടാകും. എന്തായിരുന്നാലും അങ്ങനെ ലാഭം എടുക്കുന്നത് അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. പലിശ വിരോധിക്കുകയും കച്ചവടം അള്ളാഹ് ഹലാലാക്കുകയും ചെയ്യും. എന്ന് മാത്രമല്ല താജിറു സ്വദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ യൗമൽ ഖിയാമ. അവർ സത്യസാക്ഷികളോടൊപ്പവും സത്യസന്ധരായ കച്ചവടക്കാർ, സത്യസാക്ഷികൾ, ദൈവദൂതന്മാർ, അമ്പിയാ, മുർസലുകൾ, അങ്ങനെയുള്ള ഓരോ സത്യസന്ധരായ ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരോടൊപ്പമായിരിക്കും സ്വർഗത്തിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവർക്ക് അങ്ങനെ സത്യസന്ധരായ കച്ചവടക്കാർക്ക് സ്വർഗത്തിൽ ഉയർന്ന പദവി കിട്ടും. കാരണം എല്ലാവരും കൊള്ള എടുക്കുന്നത് എന്ത് ചെയ്യുക, അളവിൽ തൂക്കത്തിൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കുക, ഇങ്ങോട്ട് വാങ്ങുമ്പോൾ കൂടുതൽ വാങ്ങുക, അതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ചെയ്യാതെ കൃത്യമായിട്ട് കച്ചവടം നടത്തിയാൽ അവൻ യജമാരുടെയും സാലികളുടെയും സിദ്ദീഖുകളുടെയും ഒപ്പമായിരിക്കും ഖിയാമത്ത് നാൾ. അപ്പൊ അള്ളാഹ് എന്ത് ചെയ്തു? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ ഫമൻ ജാഅഹു മൗഇദത്തുൻ മിർ റബ്ബിഹി ഫൻതഹ ഫലഹു മാ സലഫ്. അപ്പോ ഇപ്പോഴല്ല കേട്ടോ, അപ്പോൾ മൻ ജാഅഹു മൗഇദത്തുൻ മിർ റബ്ബിഹി, തന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള മൗഇദത്ത്. എന്താണ് മൗഇദത്ത്? എന്താ? വഅള് തന്നെയാണ്. വഅലിന് വഅല യഅലു എന്ന് പറയുന്നതോടൊപ്പം തന്നെ ക്രിയാധാതുവായിട്ട് മീമുള്ള ക്രിയാധാതു ഉണ്ട്. ക്രിയാധാതുവിന് അറബിയിൽ എന്താ പറയുന്നത്?
ആ മസ്ദർ, മസ്ദർ മീമുള്ള മസ്ദർ എന്ന് പറഞ്ഞു. മസ്ദർ മീമി, മസ്ദർ മീമി ഉള്ളിടത്ത് ചില ചില ക്രിയകൾക്ക് മസ്ദർ അല്ലാത്ത മസ്ദർ ഉണ്ടാകും. മീം അല്ലാത്ത മസ്ദർ ഉണ്ടാകും, മീമി അല്ലാത്ത മസ്ദർ ഉണ്ടാകും. അപ്പൊ അതിന്റെ ഒന്നാണ് വഅള യഅ്ലു ഇളത്തുൻ. അതിന്റെ ക്രിയാധാതു വഅള യഅ്ലുവിന്റെ ക്രിയാധാതാണ് ഇളത്തുൻ. നമ്മൾ പഠിച്ചാണ് ഇളത്തുൻ. ഇവിടെ മൗഇലത്തുൻ എന്നാണ് പറയുന്നത്. അപ്പൊ മീമുള്ള ക്രിയാധാതു. ഫമൻ ജാഅഹു മൗഇലത്തുൻ മിർ റബ്ബിഹി, തന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സതുപദേശം ഏതൊരുവന്റെ അടുക്കൽ വന്നു കിട്ടുകയും ഫന്തഹ, അങ്ങനെ അവൻ വിരമിക്കുകയും ചെയ്തുവോ, ഫലഹു, അപ്പോൾ അവനുണ്ട് മാസലഫ്, കഴിഞ്ഞുപോയത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാര്യമാണ് പറയുന്നത്. പലിശ നിരോധിക്കുന്നതിന് മുമ്പ് പലിശ വാങ്ങിയവർ എന്തായി? ഫലഹു മാസലഫ്, അവന് കഴിഞ്ഞുപോയത് ഉണ്ട്, അവന് കഴിഞ്ഞുപോയതുണ്ട്. കഴിഞ്ഞുപോയതൊക്കെ അവന് കിട്ടി, അവന് കുഴപ്പമില്ല. അമ്രുഹു ഇലല്ലാഹ്, അവന്റെ കാര്യം അള്ളാഹിന്റെ അടുത്തല്ല. അമ്രുഹു ഇലല്ലാഹ്, അവന്റെ കാര്യം അള്ളാഹിന്റെ അടുക്കല. വമൻ ആദ, ഈ മൗഇലത്ത് വന്നതിന് ശേഷം ആരെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആദ എന്താണ്? മടങ്ങി. ആരെങ്കിലും മടങ്ങിയാൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും റിപ്പീറ്റ് ചെയ്താൽ, ഔലൈക അസ്ഹാബുന്നാർ, അവൻ നരകാവകാശിയാണ്. എന്തെന്നുള്ള അഭയം തേടി എന്നുള്ളത് അഭയം തേടി എന്ന് പറഞ്ഞു വരുന്നു. അല്ല, അതിന്റെ അഭയം എന്തെന്നാണ്? ഇസ്തആദ, അത് ദായാണ്. ഇസ്തആദ ദാലാണ്. അഊദു, ഓക്കെ. ഇസ്തആദ അഭയം തേടി. അഊദു ഞാൻ അഭയം തേടുന്നു. അത് താലാണ് അല്ലേ? ദാലാണ്. ഇത് ആദ മടങ്ങി. ആദ യഊദു, ആദ യഊദു, ഔദ് മടങ്ങൂ. ഫഉലൈക അസ്ഹാബുന്നാർ, അവർ നരകാവകാശികളാണ്. അസ്ഹാബുന്നാർ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ആൾക്കാർ അഥവാ നരക അവകാശികൾ. അസ്ഹാബുൽ ഫീൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉടമസ്ഥരാണ്, അത് പ്രാക്ടിക്കലായ ഉടമസ്ഥരാണ്. ഇതെന്താ പറയുന്നത്? നരകത്തിന്റെ ഉടമസ്ഥർ എന്ന് പറഞ്ഞാൽ അവര് നരകത്തിന്റെ അവകാശികളായിട്ട് വരാൻ പോവുകയാണ്. അപ്പൊ നരകത്തിനില്ലല്ലോ, നരകം വരുമ്പോഴേ അവർ നരകത്തിന്റെ ഉടമസ്ഥരായിട്ട് വരും, നരകാവകാശികളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവരവിടെ പെർമനന്റ് ആയിരിക്കും. യംഹഖുല്ലാഹു റിബ, മഹഖ, മഹഖ എന്താണ് എഴുതുന്നത്? ഒക്കെ നശിപ്പിച്ചു, ആ, നശിച്ചു. തുടച്ചു നീക്കി എന്നാണ്. യംഹഖുല്ലാഹു റിബ, അള്ളാഹ് പലിശ എന്ത് ചെയ്യുന്നു? വൈപ്പ് ഔട്ട് ചെയ്തിരിക്കുന്നു. എന്താ പറയുന്നത്? ഡിസ്ട്രോയ് എന്നൊക്കെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഡിപ്രൈവ്സ് എന്നൊക്കെയാണ് എന്റെ മീനിങ്. എന്തായിരുന്നാലും എന്ത് ചെയ്യാണ്? അള്ളാഹ് പലിശയെ നിഷ്കാസനം ചെയ്തിരിക്കുന്നു, അതിനെ റൂട്ട് ഔട്ട് ചെയ്തിരിക്കുന്നു, നശിപ്പിച്ചിരിക്കുന്നു, തുടച്ചു നീക്കിയിരിക്കുന്നു. വയുറുബി സ്വദഖാത്ത്, സ്വദഖാത്തിനെ എന്ത് ചെയ്യും? അർബ യുർബി, എന്ത് ചെയ്യാ? വളർത്തിക്കൊണ്ട്. റബ്ബ യുറബി എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അർബ യുർബി, ഇൻക്രീസ്, വർദ്ധിപ്പിക്കും. അപ്പോ ഔലൈക ഹുമുൽ മുദ്അഫൂൻ എന്ന് പറയും. ഏതൊരുവൻ സദക്ക കൊടുക്കുന്നു അത് അവനാണ് എന്ത് ചെയ്യുന്നത്? ഇരട്ടിപ്പിക്കുന്നവർ. നമ്മൾ നോട്ടൊക്കെ ഇരട്ടിപ്പിക്കുമല്ലോ, അതേപോലെ ചില ആൾക്കാർ പണം ഡെപ്പോസിറ്റ് ചെയ്താൽ ഇത്ര മാസം കൊണ്ട് ഇരട്ടിപ്പിക്കുമെന്നൊക്കെ. അതൊക്കെ വെറും തന്ത്രങ്ങളോ അല്ലെങ്കിൽ കാപട്യങ്ങളോ ആയിരിക്കും. ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർ കൊടുത്തിട്ട് പിന്നെ അവസാനം അവര് ബാക്കി കിട്ടിയ എല്ലാം കൊണ്ട് മുങ്ങിയായിരിക്കും ചെയ്യുന്നത്. അതിനുള്ള ഒരുപാട് ഉദാഹരണം നമ്മൾ കേട്ടതാണ്. പക്ഷെ അതൊന്നും നടക്കില്ല. ആരാണ് യഥാർത്ഥത്തിൽ ഇരട്ടിപ്പിക്കുന്നവരെന്ന് പറയുന്നത്? സദഖ കൊടുക്കുന്നവരാണ്. യംഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാത്ത് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം.
ഉലൈക്കുമുൽ മുളൈഫൂൻ എന്ന് പറഞ്ഞ ഏതായത്? സൂറത്ത് റൂമിൽ 39 ആയത്താണ്. ഉലൈക ഹുമുൽ മുളൈഫൂൻ. وما آتيتم من زكاة وما آتيتم من زكاة تريدون وجه الله وما آتيتم من ربا وما آتيتم من ربا ليربو في أموال الناس وما آتيتم من ربا നിങ്ങൾ കൊടുക്കുന്ന പലിശ ഇതിനായിട്ട് പലിശയായിട്ട് കൊടുക്കുന്നു. റിബ ലിയർബോ ഫി അംവാലിൻ നാസി, ജനങ്ങളുടെ പണത്തിൽ വർധന ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ഈ പലിശ. ഫലാ യർബു ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കൽ അത് ഒരു കണക്കിലും വർധന ഉണ്ടാക്കുകയില്ല. അമ ആതൈതും മിൻ സകാത്തിൻ, സകാത്തായിട്ട് കൊടുക്കുന്നത്, തുരീദുന വജ്ഹല്ലാഹ്, അതിനെ എന്ത് ചെയ്യുന്നു? അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചിട്ടാണ് സകാത്തായിട്ട് കൊടുക്കുന്നത്. തുരീദുന വജ്ഹല്ലാഹി ഉലൈക ഹുമുൽ മുളൈഫൂൻ, അവരാണ് ഇരട്ടിപ്പിക്കുന്നവർ. ഇവിടെ പറഞ്ഞ സക്കാത്ത് ഏതാണ്? നിർബന്ധ സക്കാത്ത് അല്ല. കാരണം സൂറത്ത് റൂം അവതരിക്കുമ്പോൾ അത് മക്കി സൂറത്താണ്. സൂറത്ത് റൂം അലിഫ് ലാം മീം ഖുലിബത്ത് റൂം എന്താണ്? മക്കി സൂറത്താണ്. അപ്പൊ അതെന്താണ്? ദാനധർമ്മത്തെ കുറിച്ചാണ് പറയുന്നത്. ഐച്ഛിക ദാനത്തെ കുറിച്ചാണ് പറയുന്നത്. നിർബന്ധമല്ലാത്ത ദാനം, ആ സക്കാത്ത് നിർബന്ധമല്ലാത്ത സക്കാത്തിനെ കുറിച്ചും സക്കാത്ത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ദാനധർമ്മം കൊടുക്കുന്നതാണ് ഫൗലൈക ഹുമുൽ മുളൈഫൂൻ, അവരാണ് ഇരട്ടിക്കിരട്ടിയായി വർദ്ധിപ്പിക്കുന്നത്. അതിന്റെ മറ്റൊരു ഘടകമായ രീതിയിലാണ് ഇവിടെ പറഞ്ഞത് യമഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാത്ത്, അല്ലാഹ് റിബയെ എന്ത് ചെയ്യുന്നു? ഉന്മൂലനാശം വരുത്തുന്നു. വയുർബി സ്വദഖാത്ത്, ദാനധർമ്മങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നു. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. അപ്പോ അങ്ങനെ പലിശ വാങ്ങുന്നവനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞതിന്റെ സബ്ജക്റ്റിന്റെ അവസാനം പറയുന്ന കൺക്ലൂഷൻ എന്താ? ലാ യുഹിബ്ബു കുല്ല കഫാർ. കഫാർ എന്താ? നന്ദി കെട്ടവൻ, നന്ദി കെട്ടവൻ, അല്ലെങ്കിൽ തികച്ചും സത്യനിഷേധി. കാഫിർ, കഫാർ. കഫാർ തികച്ചും നന്ദി കെട്ടവൻ അല്ലെങ്കിൽ സത്യനിഷേധി. അസീം, കുറ്റവാളി. പാപി അല്ലെങ്കിൽ കുറ്റവാളി. യസ്മ് ചെയ്യുന്നവൻ അസീം, യസ്മ് ചെയ്യുന്നവൻ അസീം. സഹീം എന്ന് പറഞ്ഞതുപോലുള്ള പാറ്റേൺ ആണ് അസീം. അപ്പം പാപികളെയും നന്ദി കെട്ടവരെയും അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അതെന്താണ്? നന്ദി കെട്ടവൻ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ച വാക്ക് കുഫറിന്റെ വാക്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അവിടെ ദൈവനിഷേധവും അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അള്ളാഹിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ആ ദൈവനിഷേധം കാണിക്കുകയും നന്ദികേട് കാണിക്കുകയും കൊടും പാപിയായിരിക്കുകയും ചെയ്യുന്നവരെ ഒന്നും അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ മോളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അഥവാ തിന്മയായി മോളിൽ പറഞ്ഞ കാര്യം എന്താണ്? അത് ഈ പറഞ്ഞ നന്ദികേടിനും പാപിയാകാനുമുള്ള കാരണങ്ങളാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി വഅഖാമു സ്വലാത്ത വആതവു സകാത്ത. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇന്നല്ലദീന ആമനൂ, വിശ്വസിച്ചവരും, നിശ്ചയം വിശ്വസിച്ചവർ, വഅമിലു സ്വാലിഹാത്ത് സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ, വഅഖാമു സ്വലാത്ത നമസ്കാരം നിലനിർത്തുകയും, വആതവു സകാത്ത ആത്തവുവിന്റെ അർത്ഥം എന്താ? ആത്തവ് ശരിക്കും
അവർ അവർ നൽകും. അവർ അവർ നൽകി. നൽകി. അവർ നൽകി. അപ്പൊ ഈ ആത്ത വാവിന് എങ്ങനെ ലമ്മുള്ളത്? ആ വാവിന് യഥാർത്ഥത്തിൽ ലമ്മുണ്ടോ നമ്മൾ പഠിച്ചപ്പോ? ഇല്ല. ഇല്ല. അപ്പൊ എന്താ വാവിന് എന്താണ് ഒറിജിനൽ അടയാളം? അത്തോ. അപ്പൊ വാവിനൊരു അടയാളം അത്തവിലേക്കൊക്കെ പോയാൽ നമ്മൾ ഫൈൻ കിട്ടും. ആത്തവ് എന്ന് പറയും. ആത്തവ് എന്ന് പറയുമ്പോ എന്താണ്? അവസാനം വാവിന് സുക്കൂനാണ്. പിന്നെ ആ വാവിന്റെ സുക്കൂനും അസ്സക്കാത്തിന്റെ ലാമിന്റെ സുക്കൂനും അടുത്തടുത്ത് വന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത്? വാവിന്റെ സുക്കൂനിന്റെ മാറ്റിയിട്ട് ലമ്മ് കൊടുത്തത്. നമ്മുടെ ഫത്തഹ് കൊടുക്കുന്ന പഠിച്ചു, കെസ്റ് കൊടുക്കുന്ന പഠിച്ചു, ലമ്മ് കൊടുക്കുന്ന പഠിച്ചില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, പഠിച്ചില്ല. സുക്കൂൻ വരുമ്പോ സുക്കൂനുള്ള അക്ഷരത്തിന് ലമ്മ് കൊടുക്കുന്ന ഒരു സന്ദർഭം ഇപ്പൊ പഠിച്ചോളൂ. ഈ വാവ് എന്താണ് ശരിക്കും? ഈ വാവ് ജമാഅത്തിന്റെ വാവാണ്. തബ്ലീഗിന്റെയും സുന്നിയുടെയും വാവൊന്നുമില്ല. ജമാഅത്തിന്റെ വാവോ? ജമാഅത്തിന്റെ വാവ. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിച്ച് കൂടി. എന്താണ്? ബഹുവചനം, കൂട്ടം. ജമാഅത്തിന് വാവുൽ ജമാഅത്ത്. ആതൗ ഫതഹു എന്ന് പറയുന്നിടത്ത് വാവുള്ള എന്താണ്? വാവുൽ ജമാഅത്താണ്. അപ്പൊ എന്താണ്? ബഹുവചനത്തിന്റെ വാവ് വരുമ്പോ ആ വാവിന് സുക്കൂനാണെങ്കിൽ അതിനെ മാറ്റുമ്പോൾ ലമ്മ് കൊടുത്താണ് മാറ്റുന്നത്. മിൻ പറഞ്ഞപ്പോഴത്തെ നമ്മള് മിന്നിന്റെ നൂനിന് മിന എന്നാണ് പറയുന്നത്. മന്നിന്റെ നൂനിന് കെസ്റ് കൊടുത്താണ് അത് മനിഹ്തദ. പിന്നെ ഇവിടെ വന്ന് അവിടെയൊക്കെ ഫത്തഹും കെസ്റുമാണുള്ളത്. ഇവിടെ വാവുൽ ജമാഅത്തിന്റെ സുക്കൂൻ മാറ്റുമ്പോൾ ഹുമ്മിന്റെ ലമ്മ് മാറ്റിയിട്ട് ലമ്മ് കൊടുക്കുന്നത് പഠിച്ചില്ല നമ്മള്. ഹുമുൽ മുഫ്ലിഹൂൻ. അപ്പൊ ഹുമ്മിന് എന്താ മീമിന് ലമ്മ് കൊടുക്കൂലേ? പഠിച്ചില്ലല്ലോ. പഠിച്ചില്ലേ? ഹുമുൽ മുഫ്ലിഹൂൻ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? പ്രാവശ്യം വന്നിട്ടുണ്ടാവുമല്ലോ. പക്ഷെ പഠിച്ചില്ല. ഹും കഴിഞ്ഞിട്ട് അൽ വന്നാൽ എന്ത് ചെയ്യണം? ലമ്മ് കൊടുത്തിട്ടാണ് സുക്കൂൻ മാറ്റേണ്ടത്. ആ മീം എന്താണ് യഥാർത്ഥത്തില്? അതും ജമാഅത്തിന്റെ മീമാണ്. അതെല്ലാം ബഹുവചനത്തിന്റെ ഹും എന്ന് പറയുമ്പോൾ ബഹുവചനല്ലേ? അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ സുക്കൂൻ മാറ്റുമ്പോൾ ലമ്മ് കൊടുത്തിടാൻ പറ്റില്ല. ഹുമുൽ നമ്മൾ ചേർത്തങ്ങ് വായിക്കുമ്പോൾ നമ്മൾ പരപ്രാവശ്യം വായിച്ചു പോകുന്നുണ്ട് അറിയാത്തതാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ലമ്മ് അഡീഷണൽ ആയിട്ട് വന്നാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് അതിന്റെ ഫോം അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വാവിന് ലമ്മ് കൊടുത്താണോ? വാവിന് അവർ നൽകി. ആത്തവു ജക്കാത്ത്. അങ്ങനെ ജക്കാത്ത് നൽകുകയും ചെയ്തവർ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പലിശ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്തവനാണെങ്കിലോ? പലിശ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം അവന് ആ പണം നഷ്ടമായിരിക്കും. കിട്ടിയ സമയത്തോളം അവനെന്തായിരിക്കും? ആശാനിക്കില്ലാതെ വൈദ്യം കൊണ്ടുവന്ന് ഞങ്ങളുടെ നാട്ടിൽ ചൊല്ലുണ്ട്. നിങ്ങൾ ഇങ്ങനെ പണം ഹലാലല്ലാത്ത മാർഗത്തിൽ, അന്യായമായ മാർഗത്തിൽ പണം സമ്പാദിച്ച ആൾക്കാരെ കുറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവർക്ക് അനവധി ചിലവുകളാണ്. അല്ലേ? ഒന്നുമില്ലെങ്കിലും മാസം ഒരു പ്രാവശ്യമെങ്കിലും ആശുപത്രി പോകേണ്ടി വരും. ആശുപത്രി പോയാൽ ആ ടെസ്റ്റ്, ഈ ടെസ്റ്റ്, മറ്റേ ടെസ്റ്റ്, എക്സ്റേ, അല്ലാത്ത റേ, പിന്നെ ഇപ്പൊ എല്ലാം എന്താണ് സ്കാനിങ് ആണ്. MRI സ്കാൻ, അല്ലാത്ത സ്കാൻ, അങ്ങനെ വരുന്ന വഴി അറിയാതെ പോകും പണം വെക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ഈ എന്താ പറയാ ന്യായാന്യായതകൾ നോക്കാതെ ഉള്ള വരുമാനത്തിലാണ്. അപ്പൊ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതേസമയം വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും നമസ്കാരം നടത്തുകയും സകാത്ത് കൊടുക്കുകയൊക്കെ ചെയ്തവരാണെങ്കിൽ അവരുടെ
പ്രവർത്തനങ്ങളുടെ റിസൾട്ട് എപ്പോഴും അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ലാ ഖൗഫുൻ അലൈഹിം. ഇനി ഓക്കി വന്നാലും പിന്നെ സുനാമി വന്നാലും ഇനി എന്ത് വന്നാലും, ഇനിയിപ്പോ കാറ്റുകളുടെയൊക്കെ പേര് ഡെയിലി ഓരോ പുതിയ പുതിയ കാറ്റുകൾ വന്നു, വെള്ളപ്പൊക്കം വന്ന് അതൊക്കെ വന്നല്ലോ. എന്ത് വന്നാലും ആ പണം നേരത്തെ പറഞ്ഞ പണമാണെങ്കിലോ നമുക്ക് പല മാർഗത്തെയും ന്യായവും അന്യായവും നോക്കാതെ വലിച്ചു വാരി കൂട്ടിയ പണമാണെങ്കിലോ അത് എവിടെ പോയി എപ്പോഴും പോയി നമ്മൾ അറിയില്ല. നമ്മൾ രാവിലെ 500 രൂപ പോക്കിൽ എഴുതുന്നതിന് തിരിച്ചു വരുമ്പോൾ ഉണ്ടാവോ? അതുപോലെയാണ്. അതേസമയം ഈ പറഞ്ഞ കൂട്ടരാണെങ്കിൽ അവരുടെ 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 വരുമാനം എല്ലാം എന്ത് ചെയ്യും? അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം ലാ ഖൗഫുൻ അലൈഹിം. ഇനി എന്ത് വരുമോ എന്ന് ഒന്നും അവർക്ക് പേടിക്കേണ്ടതില്ല. ലാഹും യഹ്സനൂൻ, ഞാൻ ചെലവഴിച്ച് തീർന്നു പോയല്ലോ എന്ന് ദുഃഖിക്കുകയും വേണ്ട. ലാ ഖൗഫുൻ അലൈഹിം ലാഹും യഹ്സനൂൻ എന്ന് പറഞ്ഞാൽ ലാ ഖൗഫുൻ അലൈഹിം ലിൽ മുസ്തഖ്ബൽ, ഭാവിയെ കുറിച്ച് അവർക്ക് യാതൊരു പേടിയുമില്ല. വലാഹും യഹ്സനൂൻ അലാ മാ ഫാതു, കഴിഞ്ഞു പോയതിനെ കുറിച്ച് അവർക്ക് യാതൊരു ദുഃഖവുമില്ല. അലാ മാ ഫാതു, ഫാത്ത കഴിഞ്ഞു പോയി, അലാ മാ മളവു എന്നും പറയാം. അല്ല എഴുതരുത് കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വദറൂ, അതിന്റെ ഫേല് മാറി ഉണ്ട് ആ വാക്കിന്റെ. ഇത്തഖുല്ലാഹ അതിന്റെ അടുത്ത വാക്ക് മായ്ക്ക് മുമ്പുള്ള വാക്കിന്റെ തന്നിട്ടില്ല. നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞപ്പോഴത്തെ ടേബിളായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അത്. വദിറ യദറു. വദിറ യദറു. വദിറ പക്ഷേ പിന്നെ മാളിയായിട്ട് ഇല്ലാന്നല്ലേ പറഞ്ഞേ കഴിഞ്ഞ ക്ലാസ്. പക്ഷെ മാളി പഠിച്ചെങ്കിലല്ലേ നമുക്ക് ബാക്കി കാര്യം പഠിക്കാൻ പറ്റുള്ളൂ. പഠിക്കണം മാളി. ഇനി ഇവിടെ ഇപ്പം ആ വാക്ക് കറക്റ്റ്, ആ വാക്ക് മാത്രം പറഞ്ഞു. വേറെ ഏതോ ഒരു വാക്കിന് അല്ലല്ല, ഇതിലിപ്പോ ഈ പറഞ്ഞ അള്ളാഹ് എന്നൊക്കെ ലഫ്ദുൽ ജലാലത്തിന് ശേഷം മായ്ക്ക് മുമ്പുള്ള ആ വാക്ക് മാത്രം എടുത്ത് പറയാവൂ. എന്ത് വാക്കാണ്? മാളിയില്ല. ഇവിടെ എന്ത് പറഞ്ഞു? വദറൂമാ ബഖിയ മിന റിബ എന്ന് പറഞ്ഞത് മാളിയാണോ മുദാരിയാണോ അംറാണോ നഹിയാണോ? അംറാണെങ്കിൽ എന്ത് വേണം? അതാണ്. ഞാൻ ആൾക്കാർ ഇങ്ങനെ ഓന്ന് കേട്ടാണ് വിചാരിക്കും ഇത് മാളിയിലുള്ള വദറൂമാണോ എന്ന് വിചാരിക്കും. അപ്പൊ ഇതിലുള്ള വാ അല്ലത് യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബ. ഓതുമ്പോ ശ്രദ്ധിച്ചോളണം. തെറ്റി ചോദ്യമാണെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബ, വദറൂ മാ ബഖിയ മിനർ റിബ എന്ന് പറഞ്ഞ തെറ്റാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബ. ഒരു ചെറിയ ഒരു പുഷിങ് കൊടുക്കാം. വദറൂ എന്നാണ് കേൾക്കേണ്ടത്. നമ്മൾ നിയ്യത്താക്കിയാൽ മതി. അങ്ങനെ ഇവിടെ ദറു എന്നാണ് നിയ്യത്താക്കിയാൽ മതി. നമ്മൾ അഴ്മാൽ ബിന്നിയാത്ത് എന്ന് പറഞ്ഞില്ലേ? നമ്മൾ വായിക്കുമ്പോ വദറു എന്നല്ല വാക്ക്, വദറു എന്നാണ് വാക്ക്. മാ ബഖിയ മിനർ റിബ, പലിശയിൽ നിന്നും ബാക്കിയുള്ളതിനെ നിങ്ങൾ ഉപേക്ഷിക്കൂ. ഇനി പലിശ വാങ്ങാൻ നടക്കുകയാണ്. പലിശയ്ക്ക് കൊടുത്ത ആൾക്കാരിൽ നിന്നും അവർ പലിശ കൊണ്ട് തരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാണ് നമ്മൾ. എന്താ പറയുന്നത്? അങ്ങനെയുള്ള ആൾക്കാർ യാ അയ്യുഹല്ലദീനാമനു, വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്നവരെ, ഇത്തഖുല്ലാ, അള്ളാഹെ സൂക്ഷിച്ചോ, പടച്ചവനെ സൂക്ഷിച്ചോ, ദറൂ, നിങ്ങൾ ഒഴിവാക്കൂ, ദറൂ, ലീവ് ഇറ്റ്, മാ ബഖിയ മിനർ റിബ, പലിശയിൽ ശേഷിച്ചതിന്, ഇനി കിട്ടാനുള്ളതിന്, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസി. 2 പ്രാവശ്യം വിശ്വാസത്തെ ചോദ്യം ചെയ്യാനിവിടെ. ഈ അയ്യുഹല്ലദീനാമനു എന്ന് പറയുന്നതൊക്കെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാണ്. പിടിച്ചു നിർത്തി ചോദിക്കുക, വിശ്വാസികളായവരെ എന്ന് വിളിച്ചു നിർത്തിയാണ് ചോദിക്കുന്നത്. വിശ്വാസികളായവരെ എന്ന് വിളിച്ചിട്ടാണ് ഇത്തഖുല്ലാ, അള്ളാഹെ സൂക്ഷിച്ചോളൂ, ഇനി കിട്ടാനുള്ള പലിശ ഒഴിവാക്കൂ. പിന്നെ അവസാനം വീണ്ടും പറഞ്ഞു ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളെങ്കിൽ.
മുഅ്മിനീൻ എങ്ങനെയാ ഈന വന്നത്? ഇൻ കാനയുടെ ഇൻ സെക്കൻഡ് വന്നത് കൊണ്ടാ ഇൻ ഇത് ഇന്നലേക്ക് കുന്തും ഇന്നെവിടെ കുന്തും വന്നു. ഇന്ന് വന്നോ? ഇന്നെവിടെ വന്നു? ഇന്ന് കുന്തുവിന്റെ മുമ്പ് ഇന്ന് വന്നപ്പോ എന്തായി? ആർക്കും കിട്ടുന്നില്ലേ? ഇന്റെ വന്നാല് പിന്നെ സുക്കൂനല്ലേ വരിക കുന്തും 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 മുഅ്മിനീൻ മുഅ്മിന. അല്ല സ്ത്രീലിംഗ ബഹുവചനാണോ? ആണോ? സ്ത്രീലിംഗ ബഹുവചനം കൊള്ളാം. അല്ലേ? കുന്തും മുഅ്മിനീൻ എന്ന് മുഅ്മിന. പറയുമ്പോൾ സ്ത്രീലിംഗ ബഹുവചനമാണ്. ഈന ഉപയോഗിച്ച് ഫത്ത് ചെയ്തതാണോ? ഈന ഉപയോഗിച്ച് നസ്ബ് ചെയ്തതാണ്. അപ്പോഴ് ഏത് നസ്ബ് വരാൻ കാരണം? ഇന്നോ ഒന്നുണ്ട്. ഇൻ വന്നാൽ നസ്ബാണ് വരേണ്ടത്. കർമ്മ ആയതുകൊണ്ട് അല്ലേ? കാനയുടെ കർമ്മം. സെക്കൻഡ് പാർട്ട് കർമ്മല്ല. ഇങ്ങനെ ഇതൊന്നും ആരാ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ? കാനയുടെ കാനയുടെ സെക്കൻഡ് സെക്കൻഡ് പാർട്ട് പാർട്ട് ആയിരിക്കും. കാനയുടെ രണ്ടാം ഭാഗമാണ്. കാനയുടെ ഖബർ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞാൽ കാനയുടെ ഖബർ. കാനയുടെ അതിനകത്തുള്ള അൻതുമാണ്, കുന്തുമിനകത്തുള്ള അൻതുമാണ് കാനയുടെ പാർട്ട് 1. ഇൻ കുന്തും നിങ്ങൾ ആണെങ്കിൽ, നിങ്ങൾ എന്താണെങ്കിൽ, ഇനി വിശ്വാസികളാണെങ്കിൽ. അപ്പൊ ഈ കുന്തും മീൻ എന്ന് പറഞ്ഞ് തന്നെ കാനയുടെ 2 പാർട്ടുമുണ്ട്. അതിന് ഒരുപാട് ഉദാഹരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കും പെട്ടെന്ന് പറഞ്ഞു പോയി. ഓക്കെ. ഫഇൻ ലം തഫ്അലൂ വഇൻ ലം തഫ്അലൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, എന്ത് ചെയ്തില്ലെങ്കിൽ? വദറു മാ ബഖിയ മിൻ പലിശ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ, ഇത്തവണ പലിശ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങൾ അതിന് നിങ്ങൾ അറിയൂ. എന്തറിയണം? നിങ്ങൾ അറിയുക. എന്തറിയണം? ഈ ഹർബിൻ മിനല്ലാഹി. ഹർബ് എന്താ? യുദ്ധം. യുദ്ധം. അതനു ബി ഇൻഫോംഡ്, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഹർബിൻ യുദ്ധത്തെ കുറിച്ചുള്ള അറിയിപ്പ് നിങ്ങൾ ലഭിച്ചതായി കരുതുക. അതനു ഹർബിൻ മിനല്ലാഹ്, എവിടെ നിന്നുള്ള? അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള, റസൂലിഹി റസൂലിന്റെ ഭാഗത്തു നിന്നുള്ള യുദ്ധം നിങ്ങൾക്ക് വന്നു ഭവിച്ചതായി മനസ്സിലാക്കിക്കൊള്ളുക. എന്ത് ചെയ്യും? വിശ്വാസികളെങ്കിൽ നിങ്ങൾ പലിശ ഒഴിവാക്കുക. ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾക്ക് കിട്ടാനുള്ള പലിശ നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളോടിതാ അള്ളയും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അള്ളയും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ ഒരു കാര്യം പറഞ്ഞാൽ വിശദീകരിക്കാൻ പറ്റുമോ? എന്താണ്? ഫമൻ ആദ ഫൗലായിക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. ഫമൻ ആദ ഫൗലായിക അസ്ഹാബുൻ നാർ എന്ന് പറയും. ഈ പലിശ ഒഴിവാക്കാൻ പറഞ്ഞില്ല. ഫമൻ ജാഅഹു മൗഇദത്തും മിർ റബ്ബിഹി വൻതഹാ വലഹു മാ സലഫ് വഅംറുഹു ഇലല്ലാഹ് വമൻ ആദ, അവൻ പലിശ വാങ്ങുന്നത് വീണ്ടും ആവർത്തിച്ചാൽ ഫൗലായിക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. ഇത് പലിശയെ കുറിച്ച് മാത്രമേ ഇത്രയും രൂക്ഷമായിട്ട് പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഏത്? വീണ്ടും ആവർത്തിച്ചാൽ അവർ നരകത്തിന്റെ അവകാശികളാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതിനെ കുറിച്ചാണ്? പലിശയെ കുറിച്ച് മാത്രമാണ്. ഒന്ന്. രണ്ടാമത് ഇവിടെ എന്ന് പറഞ്ഞു? അതനു, നിങ്ങൾ അങ്ങനെ പലിശ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കിക്കൊള്ളണം? നിങ്ങൾക്കെതിരെ അള്ളയും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, നമ്മൾ എവിടെയാണ്, ആരടുത്താണ് ഇരിക്കുന്നത്, ആരടുത്താണ് നിൽക്കുന്നത്, ആരിൽ നിന്നാണ് നമ്മൾ ഔദാര്യം പറ്റുന്നത്, ആരിൽ നിന്നാണ് നമ്മൾ ബെനിഫിറ്റുകൾ വാങ്ങുന്നത്. അവരൊക്കെ പലിശയിലെ ആൾക്കാരാണോ?
അള്ളയും റസൂലും യുദ്ധം പ്രഖ്യാപിച്ച ആൾക്കാരാണോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അത് നിസ്സാര കാര്യമാണോ? ഗുരുതരമായ വിഷയമാണ്. അള്ളയും റസൂലും യുദ്ധം പ്രഖ്യാപിച്ച സംഗതിയാണ്. വഇൻ തുബ്തും ഫലക്കും റഊസു അംവാലിക്കും. നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടെ ഉണ്ട്. വഇൻ തുബ്തും, നിങ്ങൾ പശ്ചാത്തലത്തിൽ മടങ്ങിയാൽ. ഈ ലോകത്ത് നിന്ന് തന്നെയല്ലേ? എന്താണ്? ഈ ലോകത്ത് നിന്ന് തന്നെയല്ല അതൊക്കെ? ഈ ലോകത്ത് തന്നെ പശ്ചാത്തലത്തിൽ മടങ്ങാം. പശ്ചാത്തലത്തിൽ മടങ്ങുന്ന പല ലോകത്തും താവില്ലല്ലോ. ഉണ്ടാവില്ലല്ലോ. മാലം യുഗർഹിർ എന്നാണ് പറയുന്നത്. അല്ലാഹു യഖ്ബൽ തൗബത്തൽ അബ്ദി മാലം യുഗർഹിർ. ഗർഗർ ഉണ്ടല്ലോ, അവസാനം റൂഹിനെ തൊണ്ടയ്ക്കയിൽ എത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഇരിക്കുന്ന അവസ്ഥ എത്തുന്നതിന് മുമ്പ് പശ്ചാത്തലത്തിൽ തുടങ്ങി. അതുവരെ പശ്ചാത്താപം ചെയ്യും. അവിടെ റൂഹ് പിരിഞ്ഞു പോയാൽ പിന്നെ അവിടെ നിന്ന് പശ്ചാത്താപം. വൈൻ തുബത്തും, നിങ്ങൾ പശ്ചാത്തലത്തിൽ മടങ്ങിയാൽ പലക്കും റൂസു അംവാലിക്കും, നിങ്ങൾക്ക് എന്ത് കിട്ടും? റൂസു അംവാലിക്കും, നിങ്ങളുടെ പണത്തിന്റെ എന്ത് കിട്ടും? റൂസു, തലകൾ എന്ന് പറഞ്ഞാൽ എന്താ? മൂലധനം. മൂലധനം. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ മൂലധനം എന്നാണ് പറയുന്നത്. അറബികൾ പറയുന്നത് മൂലം എന്നല്ല പറയുന്നത്, തല എന്നാണ്. ഇംഗ്ലീഷുകാർ പറയുമ്പോൾ ക്യാപിറ്റൽ. തല എന്ന് പറഞ്ഞിട്ട് തല എന്ന് പറയുന്നത് മൂലധനത്തിന്. റഅസിന്റെ ബഹുവചനമാണ് റൂസ്. പലക്കും റൂസു അംവാലിക്കും, നിങ്ങളുടെ പണത്തിന്റെ തലകൾ കിട്ടുമെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ കിട്ടുമെന്ന്, മൂലധനം കിട്ടും. നിങ്ങൾ കൊടുത്തത് എന്താണോ അത് മാത്രം നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം. ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ. ലാ തദ്ലിമൂന, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അക്രമം ചെയ്യുന്നവരാവുകയില്ല. വലാ തുദ്ലമൂൻ എന്ന് പറഞ്ഞാലോ, ആക്രമിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു നയാ പൈസയും കുറയില്ല. നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് വാങ്ങിക്കാം. നിങ്ങൾ 1,00,000 രൂപ, അല്ല 1,01,000 രൂപയാണെങ്കിൽ 1,01,000 രൂപയും വാങ്ങിച്ചു. നിങ്ങളുടെ ക്യാപിറ്റൽ ഒരു പൈസയും കുറയില്ല. വൈകാന ദു അസ്റത്തിൻ എന്ന് തന്നെയല്ല, വൈകാന ദു അസ്റത്തിൻ, കാന എന്ന് പറഞ്ഞാൽ അവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പണം വാങ്ങിയവനാണ് കേട്ടോ. അത് നമ്മൾ അണ്ടർസ്റ്റുഡ് ആണ്. വൈകാന ദു അസ്റത്തിൻ, ഖുർആൻ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് പറയില്ല, അങ്ങനെ പറയാൻ പറ്റിയ രീതിയിലുള്ള കിതാബല്ല. അതുകൊണ്ട് ബാക്കി അണ്ടർസ്റ്റുഡ് ആണ്. വൈകാന, ആരായിരുന്നെങ്കിൽ ദു അസ്റത്തിൻ, പണം വാങ്ങിയ ആള്, ഉസ്റത്ത് എന്താ? ക്ലേശം ഉള്ള ആളാണെങ്കിൽ, ക്ലേശമുള്ള ആളാണെങ്കിൽ നളിറത്ത് എന്താ? ഇവർക്ക് നമ്മൾ വാക്ക് നേരത്തെ പഠിച്ചല്ലോ. അതെ, എന്താണ്? കാത്തിരിക്കലോ, ഇന്തളറ പറയുമല്ലോ, ഇന്തളറ വെയിറ്റ് ചെയ്യാം. അപ്പൊ ആ രീതിയിലാണ്. നളിറത്തിൻ ഇലാ മൈസറ, എളുപ്പം ഉള്ളത് വരെ എന്ത് ചെയ്യാ, വെയിറ്റ് ചെയ്യാ. മീൻസ് പ്രതീക്ഷിച്ചു, കാംക്ഷിച്ചു എന്നല്ലേ? ഇന്തളറ പ്രതീക്ഷിച്ചു, കാംക്ഷിച്ചൊന്നുമില്ല. കാംക്ഷിച്ചൊന്നുമില്ല. ഇന്തളറ പ്രതീക്ഷിച്ചു. അത് ഖുറാനിലൊന്നും ആയിരുന്നില്ല. അവന്തറുണ്ട് ഖുറാനിൽ. ഇനി മഴക്കും നളിറത്തുൻ ഇലാ മൈസറത്തുൻ, അപ്പോൾ എന്ത് ചെയ്യണം? അവധി വരെ എന്ത് ചെയ്യണം? റഅസുൻ ബഹുവചനം റഊസ് എന്നൊക്കെ തലേന്ന് എഴുതിയിട്ടുണ്ടല്ലോ. റഅസുൽ മാൽ എന്ന് പറഞ്ഞാൽ മൂലധനം. കാത്തിരിക്കണം. നളിറത്തുൻ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കൽ എന്ന് പറഞ്ഞാൽ അവധി നൽകൽ എന്നാണ്. കാത്തിരിക്കൽ, ഇന്തറ കാത്തിരിക്കൽ. നളിറത്തുൻ അവധി നൽകൽ അല്ലെങ്കിൽ കാത്തിരിക്കുക. ഉസ്റത്തിൻ, അവന് പ്രയാസമുള്ളവന്, പണം വാങ്ങിയ ആള് പ്രയാസമുള്ളവനാണെങ്കിൽ എന്ത് ചെയ്യുക? അവധി നീട്ടി കൊടുക്കണം. ഇലാ മൈസരത്തിന്, എളുപ്പമുള്ളത് വരെ. ആശ്വാസ സമയം എന്നാണ് കേട്ടോ. ചില അക്ഷരങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ പണം വാങ്ങിയ ആള് ഇപ്പൊ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവനെ പിടിച്ചിരുത്തി വാങ്ങാൻ എന്തില്ല,
അവകാശമില്ല. എനിക്കാണത് അശ്രത്തിൽ പനനിറത്തിൽ ഇലാമൻസർ. അത് അപ്പൊ വിട്ടുകൊടുക്ക. ആശ്വാസമുള്ള സമയം വരെ, എളുപ്പമുള്ള സമയം വരെ എന്ത് ചെയ്യണം? അവധി കൊടുക്കണം. അന്തസദ്ദക്കും ഖൈറുല്ലക്കും. അവനങ്ങ് സദക്ക കൊഞ്ചു കൊടുത്താൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം, നല്ലത്. നിങ്ങൾക്ക് താലമു, നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ, നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ അവന് സദക്ക ചെയ്യുക. അപ്പോ കടം വാങ്ങിക്കാൻ വരുന്നവന് സദക്ക ചെയ്യൽ എന്താണ്? ഹൈറായ ഒരു സദക്കയാണ്. കടം വാങ്ങിക്കാൻ വരികയാണ്. കടം വാങ്ങിക്കാൻ വരുന്നവൻ എന്താണ്? അവൻ ആവശ്യക്കാരനാണ്. നമ്മൾ ഒരാൾക്ക് സദക്ക കൊടുത്താൽ അവൻ ആവശ്യക്കാരനാണോ ഇല്ലെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഒരാൾക്ക് നമ്മൾ രാവിലെ കൊണ്ട് അയാൾക്ക് ഒരു 100 രൂപ സദക്ക കൊടുത്തു, അല്ലെങ്കിൽ 500 രൂപ അല്ല അയാൾ ആവശ്യക്കാരനാണോ ഇല്ലെന്ന് നമുക്കറിയില്ല. നമ്മളയാള് പാവപ്പെട്ടതാണെന്ന് വിചാരിച്ചിട്ട് കൊടുത്താണ്. അതേസമയം ഒരാള് പൈസ എങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റൂ, എന്തോ ഒരു ആവശ്യത്തിന് അയാൾക്ക് പൈസ കിട്ടിയേ പറ്റൂ എന്നുള്ളത് കടം വാങ്ങിക്കാൻ വരികയാണ്. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക? അയാൾക്ക് സദക്ക കൊടുത്താൽ അതിന് സദക്ക കൊടുക്കുന്നതിനേക്കാളും പ്രതിഫലം, സാധാരണ സദക്കയേക്കാളും പ്രതിഫലം കിട്ടുന്നതാണ്. കടം കൊടുക്കുന്നവന് സദക്കയേക്കാളും പ്രതിഫലം കിട്ടുമെന്ന് ഹദീസുണ്ട്. അപ്പൊ അങ്ങനെ കടം വാങ്ങാൻ വരുന്നവന് സദക്ക കൊടുത്താലോ? അപ്പൊ അത് വലിയ സദക്കയായിരിക്കും. അന്തസദ്ദഖു ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു ദിവസമുണ്ട്. തഖൂ യൗമൻ, ഒരു ദിവസത്തെ സൂക്ഷിച്ചോ. തുർജഊന ഫീഹി ഇലല്ലാഹ്, ആ ദിവസമാണ് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നത്. അള്ളയുടെ അടുക്കിലേക്ക് മടക്കപ്പെടുന്ന ദിവസമുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങൾ നാളെ രാവിലെ എന്ത് ഭക്ഷണം കഴിക്കും, ഉച്ചയ്ക്ക് എനിക്ക് എന്ത് ഭക്ഷണം കഴിക്കാനുള്ള വിഭവം ഉണ്ടോ, അല്ലെങ്കിൽ നാളെ ഇപ്പം നമ്മൾ 1-ാം തീയതി എല്ലാവരും മാർക്കറ്റിൽ പോയി ഒരു മാസങ്ങൾ സാധനം വാങ്ങും, അടുത്ത മാസങ്ങൾ സാധനം വാങ്ങാനുള്ള കാശ് ഉണ്ടോ കയ്യിൽ, ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഒരു മാസത്തേക്കാണ് സാധനം വാങ്ങുന്നത്. അതേസമയം അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മടക്കപ്പെടുന്ന ദിവസം ഉണ്ടല്ലോ, ആ നാളിനെ കുറിച്ച് നമുക്ക് ചിന്തയുണ്ടോ? അതേ ദിവസത്തെ കുറിച്ച് സൂക്ഷിക്കണം. അന്ന് നിങ്ങൾ പലിശയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഐശാചിക ബാധ ഏറ്റവൻ എഴുന്നേക്കുന്ന പോലെ എഴുന്നേക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒമന്നാര പൗലായിക്ക് അസ്ഹാബുന്നാറാവും. വീണ്ടും പലിശ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ നരകാവകാശിയാവും. അതല്ല വദറുമാ ബഖിയ തീബ, ശേഷമുള്ള ഇനി കിട്ടാനുള്ള പലിശ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അള്ളാഹി വറസൂലിഹി, അള്ളാഹിന്റെ പക്കൽ നിന്നുള്ള യുദ്ധത്തിന് ഉള്ള അനുമതി ലഭിച്ചെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പൊ എന്താവും? ആ ദിവസത്തെയാണ് സൂക്ഷിക്കേണ്ടത്. അങ്ങനെ പലിശ വാങ്ങിയിട്ടില്ലെങ്കിൽ ശാന്തമായി സമാധാനത്തോടു കൂടി അള്ളാഹിന്റെ വിചാരണയെ നമുക്ക് നേരിടാൻ പറ്റും. പിന്നെന്താ പറയുന്നത്? പിന്നീട് എന്ത് ചെയ്യും? വഫ യുവഫി എന്താ അർത്ഥം? പൂർണ്ണമായി നൽകപ്പെടും. പൂർണ്ണമായി നൽകപ്പെടും, തിരിച്ചു നൽകപ്പെടും എന്നാണ്, റിട്ടേൺ കൊടുക്കുമെന്നാണ്. വഫ യുവഫി, ഇങ്ങോട്ട് വാങ്ങിയതിനെ പൂർണ്ണമായും തിരിച്ചു നൽകപ്പെടും. തുവഫ കുല്ലു നഫ്സിൻ, തുവഫ എന്ന് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ? സ്ത്രീലിംഗല്ലേ? സ്ത്രീലിംഗമാണ്. വഫ യുവഫി എന്നാണ് ശരിക്കും അതിന്റെ രൂപം. പിന്നെന്താണ്? യുവഫ എന്ന് പറഞ്ഞപ്പോൾ അതെന്തായി? കർമ്മണി പ്രയോഗമായി. യുവഫി എന്ന് പറഞ്ഞപ്പം കർത്തരി പ്രയോഗം, യുവഫ എന്ന് പറയുമ്പോൾ കർമ്മണി പ്രയോഗം. അപ്പൊ അവൻ നൽകപ്പെടും. തുവഫ എന്ന് പറയാൻ അവൾ നൽകപ്പെടും. അപ്പൊ അവൾ നൽകപ്പെടുന്ന ആയത് പെണ്ണിനെ കുറിച്ച് പറയുന്നത് ഇവിടെ? കുല്ലു നഫ്സ്. നഫ്സ് സ്ത്രീലിംഗമായതുകൊണ്ടാണ്. തുവഫ കുല്ലു നഫ്സിൻ, എല്ലാ നഫ്സും നൽകപ്പെടും. മാ കസബത്ത്, ആ നഫ്സ് പ്രവർത്തിച്ചത് എന്താണോ അത് പൂർണ്ണമായും നൽകപ്പെടും. വഹും ലാ യുദ്ലമൂൻ, ആ നുഫൂസ് ഒന്നും അല്ലെങ്കിൽ ആ മനുഷ്യന്മാരൊന്നും
ലാ യുദ്ലമൂൻ അക്രമം ചെയ്യപ്പെടുകയില്ല. നെഫ്സ് വന്നത് കൊണ്ടാണ് ഇവിടെ തുവഫ വന്നില്ലേ? ഇതാണ് നെഫ്സ് വന്നത് കൊണ്ടാ തുവഫ വന്നു. അതെ. ഇവിടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ ആ പേജ് എടുക്കാത്തതുകൊണ്ടാണ് ആ വാക്ക്. അദീന എന്ന് പറഞ്ഞപ്പോ എന്താ? അദീന ബിഷ് എന്ന് പറഞ്ഞ അലീമ. ബി എന്ന് പറഞ്ഞില്ലേ? ബി ഹർബിൻ. അപ്പോ ബി എന്ന് പറഞ്ഞാൽ അദീന ബി എന്ന് പറഞ്ഞാൽ അലീമ, അറിയുന്ന. അതേപോലെ നമിറത്ത് എന്ന് പറഞ്ഞാൽ ഇന്തിലാറെന്ന. അതേപോലെ വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹി സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ എന്ന് പറഞ്ഞാൽ ഈ ആയത്താണ്. ഹാദിഹി ഹിയൽ ആയത്തുൽ അല്ലദി ഉൻസിലത് ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖീറൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി അവതരിക്കപ്പെട്ട ആയത്ത് ഏതാണ്? അവസാനമായി അവതരിക്കപ്പെട്ട ആയത്താണ് ഈ പറഞ്ഞ വത്തഖു യൗമൻ എന്ന ആയത്ത്. ഈ ആയത്ത് അവസാനമായിട്ട്. അതെ അതെ. ഇവിടെ നിന്നാണ് ഈ അപശബ്ദം വരുന്നത്. ക്ലിയർ ഇല്ല പറയുന്നത്. ഇപ്പൊ ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ ആണ്. അതെ. വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹി സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ എന്ന ആയത്താണ് അധിക പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അവസാനം ഇറങ്ങിയ ആയത്ത്. പിന്നെ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് ആണ് അവസാനം ഇറങ്ങിയ അധ്യായം എന്ന അഭിപ്രായമുണ്ട്. അപ്പൊ ആ അധ്യായം ഒരു അധ്യായം എന്ന നിലയ്ക്ക് അവസാനം ഇറങ്ങിയത് സൂറത്തുൻ നസ്റാണ്. ഒരു ആയത്ത്, ഒരു സൂക്തം എന്ന നിലയ്ക്ക് അവസാനം ഇറങ്ങിയത് ഈ ആയത്ത്. അപ്പൊ ഇദാ ജാ നസ്റുല്ലാഹി അവതരിച്ചതിന് ശേഷമാണ് വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹി എന്ന ആയത്ത് അവതരിച്ചത്. അതുപോലെ അജ്ജത്തുൽ വിദായിൽ ഒരു പ്രസംഗ ആയത്തുണ്ടല്ലോ, അതും അവസാനത്തെ ആയത്താന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. അഭിപ്രായപ്പെടുന്നു മാത്രമേ ഉള്ളൂ. അതിനുശേഷം അക്മൽത്തുലക്കും ദീനക്കും എന്ന് പറഞ്ഞാൽ ദീനിനെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്നാണ്. അതിനുശേഷം ശരീഅത്തൊന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളല്ല. അതിനുശേഷം നിയമവിധികളൊന്നും ഇല്ല. ഹലാല ഹറാമുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വിധികൾ, കൽപ്പനകളൊന്നും ഇല്ല എന്നാണ്. ഇതെന്താണ്? ഉലൂമുൽ ഖുർആനിൽ പഠിപ്പിക്കുന്ന ഒരു പ്രധാന വിഷയമാണ്. അപ്പൊ അതിൽ പറയുന്ന ചർച്ചകളുടെ സംഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിലും അങ്ങനെ ആ ആയത്ത് അലിമാക്കുമത്തിലക്കും ദീനക്കും ഭാഗത്തും കാലക്കും ഞാൻമത്തി പറഞ്ഞിട്ടിലക്കും ഇസ്ലാം ദീന എന്ന ആയത്ത് അവസാനത്തെ ആയത്താണ് എന്ന അഭിപ്രായം ഉണ്ടെങ്കിലും പിന്നീട് ആ ചർച്ചയുടെ അവസാനം പറയുന്നത് എന്താണ്? ഈ ആയത്ത് ആ പറഞ്ഞതിനെ എന്ത് ചെയ്യുന്നില്ല, ഖണ്ഡിക്കുന്നില്ല. അവിടെ പറഞ്ഞ എന്താണ്? അയ്യോ അക്മൽത്തിലക്കും ദീനക്കും എന്ന് പറഞ്ഞാൽ ദീനിനെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, വേറെ നിയമശാസനകളൊന്നും പിന്നീട് അവതരിക്കുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ. സൂക്തങ്ങൾ അവതരിക്കുക എന്നത് സതുപദേശപരമായ കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതിന് എതിരാകുന്നില്ല. അയ്യോ അക്മൽത്തിലക്കും എന്ന് പറഞ്ഞ സൂക്തത്തിന് എതിരാകുന്നില്ല. ഈ പറഞ്ഞ എന്ന് പറഞ്ഞ ആയത്തും ജാ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ എന്ന് പറഞ്ഞ ആയത്തും അവതരിക്കുന്നതിന് തടസ്സമില്ല. നമ്മൾ പൊതുവെ ഈ സാധാരണ പ്രസംഗങ്ങളുണ്ടല്ലോ, സാധാരണ പ്രസംഗങ്ങൾ ഞാനിത് പഠിക്കാൻ പോകുന്നതിന് ഈ സബ്ജക്റ്റ് പഠിക്കുന്നത് 1980 സംതിങ്ങിലാണ് ഞാൻ ഈ പറഞ്ഞ ചർച്ച പഠിക്കുന്നത്, ഉലൂമുൽ ഖുർആനിലെ ഭാഗം. അതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ള സംഭവം എന്താണ്? ആദ്യം കേട്ടു അയ്യോമ അക്മൽത്തിലക്കും ദീനക്കും ഇന്നേ ദിവസം നിങ്ങളുടെ ദീന പൂർത്തീകരിച്ചു വന്നിരിക്കുന്നു. അപ്പൊ എന്താണ്? ഇത് അവസാനത്തെ ആയത്തെന്നുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടാകും. അങ്ങനെയല്ല, അത് വെറും പ്രതീതി മാത്രമാണ്. അധിക പണ്ഡിതന്മാരുടെയും അഭിപ്രായം, അതിന്റെ സംഗ്രഹം അല്ല, അതിന്റെ ചർച്ചയുടെ സമാപനം ഈ ആയത്താണ് അവസാനത്തെ സൂക്തം.
അപ്പോ നമ്മൾ ബക്കറയുടെ അവസാന ഘട്ടത്തിലെത്തി. ഇനി ബാക്കിയുള്ളത് ഒരു കട ദിവസത്തെ ക്ലാസ്സേ ഉള്ളൂല്ലേ ഇനി? എന്ത് 2 ബുധനാഴ്ചയും കൂടി അല്ലേ ഇനി ഉണ്ടാവുള്ളൂ അൽബക്കറ? അതെ അതെ അതെ, അത് കഴിഞ്ഞാൽ പിന്നെ പരീക്ഷ. പരീക്ഷയ്ക്ക് ഒരു 3-4 ആഴ്ച, കൊറേ കാലമാണ്, കൊറേ പഠിക്കാനില്ലേ? കുറെ പഠിക്കാനുണ്ടോ? നമ്മ ഒരു പരീക്ഷയല്ലേ അൽബക്കറയിൽ കഴിഞ്ഞുള്ളൂ? അതെ, കുറെ എന്താ പഠിക്കാനുള്ളത്? അൽബക്കറ ഇങ്ങനെ വായിച്ചാ പോരെ? എക്സാം നോമ്പിന്റെ മുമ്പ് ഉണ്ടാവോ? എല്ലാ നോമ്പിന് ശേഷം. അങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലേ? നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നോമ്പ് കഴിഞ്ഞിട്ട് എക്സാം നടത്തിയത് ഇതുപോലെ. കഴിഞ്ഞ പ്രാവശ്യം നോമ്പിന് ശേഷം നടത്തി അല്ലേ? അതെ, അന്ന് ആശുപത്രി പറഞ്ഞ് നോമ്പ് കഴിഞ്ഞിട്ട് പറ്റൂന്ന് പറഞ്ഞിട്ട് നോമ്പിന് ശേഷം നടത്തിയത്. നോമ്പൊക്കെ കഴിഞ്ഞിട്ട് മതി. അടിച്ചോൻ എനിക്ക് തീരെ പഠിക്കാൻ കഴിയൂല കേട്ടോ. ഫുള്ളുണ്ടാവും അപ്പൊ ഉസ്താദെ? ഫുള്ള് നടത്തണമെങ്കിൽ ഫുള്ളായിട്ട് നടത്താം, പകുതി മതിയെങ്കിൽ പകുതിയായിട്ട് നടത്താം. കുറേശ്ശെ 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 മതി ഉസ്താദേ. ഒക്കെ വരച്ച് അതെ, അദ്ദേഹത്തിലൂടെ കുറച്ച് പഠിപ്പിച്ചു കൊടുക്കും. അടുത്തിരിക്കുന്ന ആ കൂടെ പഠിപ്പിച്ചു കൊടുത്താലേ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കൂടെ ഒക്കെ കിട്ടും. വരച്ച് എന്തായി? അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ് കേട്ടാ? സുആൽ മാഹി ആഖിറു ആയത്തിൻ നസല മിനൽ ഖുർആനി അർറഅയ്യു അർറാജിഹ്, പ്രാമുഖ്യമുള്ള അഭിപ്രായം എന്റെ കസീരിൻ മിന സഹാബത്തി വൽ ഉലമായി, പണ്ഡിതന്മാരിലും കസീറും മിന സഹാബത്തി, അധികം സഹാബികളിലും ഉള്ള അഭിപ്രായം ആഖിറു ആയത്തിൻ നസലത് ഹിയ വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹി സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ആയത്ത് 81 من سورة البقرة. قال بذلك ابن عباس وابن عمر وبي بن كعب عمر بن الخطاب അല്ല ഉമർ ബിൻ ഖത്താബ് അല്ല, ഇബിൻ ഉമർ, ഇബിൻ അബ്ബാസ്, ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ അഭിപ്രായമാണ്. വനസിലത്ത് ഖബല വഫാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി വഖത്തിൻ ഖസീർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിനും അല്പസമയം മുമ്പാണ് ബി വഖത്തിൻ ഖസീർ എന്ന് പറയുന്നത്. അഖ്വാൽ ഉഖറ മൗജൂദത്തിൻ ഇൻദ ബഅദിൽ ഉലമാ, ചില പണ്ഡിതന്മാർക്കിടയിൽ വേറെ ചില അഭിപ്രായവുമുണ്ട്. ഖീല ആഖിറു ആയത്തിൻ ഫിൽ അഹ്കാം, അപ്പൊ അവിടെ പറയുന്നത് എന്താണ്? ആഖിറു ആയത്തിൻ ഫിൽ അഹ്കാം, വിധികൾ പറയുന്ന കൂട്ടത്തിൽ എന്താണ് ആഖിറു ആയത്തിൻ ഫിൽ അഹ്കാമി, അവിടെ റിബയുടെ കാര്യമാണ് ഹുക്കുമിന് എന്നും അഭിപ്രായമുണ്ട്. അവസാനം ഹുക്കും വിധി എന്ന അർത്ഥത്തിൽ വന്നിരിക്കുന്നത് പലിശയുടെ ആയത്താണ്. ആഖിറു മാ നസലത് ഫി തശ്രീഇൽ മാലി, ഫൈനാൻഷ്യലായിട്ട് വന്നിരിക്കുന്ന അതാണ് എന്ന്. ആഖിറു ആയത്തിൻ നസല മുത്ലഖൻ അല റാജിഹി അൽ ബഖറ, ബഖറയിൽ 281 ആയത്താണ് ഏറ്റവും പ്രാമുഖ്യമുള്ള അഭിപ്രായം. ഇവിടെ അൽയൗമ അക്മൽതു ലക്കും എന്നുള്ള ആയത്ത് തന്നെയാണ്. വേറെന്താ? നമ്മളെ ഈ പറഞ്ഞ ഖുറാനിലെ പുതിയ പദങ്ങൾ എല്ലാം കൂടി ഒരു ഫയലിൽ കിട്ടോ? അത് കിട്ടിയാൽ ഞാൻ അങ്ങനെ ചാറ്റ് ജിപിടി ചോദിച്ചൊരു ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കമ്പയർ ചെയ്ത് ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഏതാണ് നമ്മുടെ ചെയ്ത വർക്കുകളില്ലേ, നമ്മുടെ പാഠപുസ്തകത്തിന്റെ പഴയ പാഠപുസ്തകത്തിന്റെ അവസാനം ഞാനിപ്പോ ടേബിള് കുറെ ടേബിളൊക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ അത് തന്നെ, അത് ഉപയോഗിച്ചാൽ മതി. അതിലിപ്പോ എല്ലാം വന്നിട്ടുണ്ടാവും. അത് മിക്കവാറും വന്നിട്ടുണ്ടാവും. ഈ അൽബക്കറയുടെ വേർഡ് മീനിങ് അല്ലാതെ ഒരു സംഭവമായിട്ടാണ് നമ്മൾ അയച്ചിട്ടുള്ളത്. അതായത് എല്ലാ ട്രേഡുകളുടെയും ലിസ്റ്റ് അയച്ചെന്നോ, ക്രിയകളുടെ എല്ലാം ഞാൻ അത് കാണില്ല. ക്രിയകളുടെ എല്ലാം ലിസ്റ്റ് പഴയ ബുക്കുണ്ടല്ലോ നിങ്ങളുടെ അടുത്ത്, പച്ച കഴിഞ്ഞുള്ള പഴയ ബുക്കിന്റെ അത് നോക്കിയാൽ അതിൽ മിക്കവാറും വാക്കുകളുണ്ട്.
കുറച്ച് ക്രിയകളെ അതിൽ ആഡ് ചെയ്യാനുള്ളൂ. വളരെ കുറച്ച് ക്രിയകളെ വരുള്ളൂ. ഇത് ഉസ്താദ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും പാലില്ലെങ്കിൽ നല്ലതായി. അത് ഞാൻ വർക്ക് ചെയ്യുന്നത് അത് വേറെ രീതിയിലായിരിക്കും അവർ വരുന്നത്. അതായത് നമ്മൾ പല രീതിയിലുള്ള മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ തങ്ങി നിൽക്കും എന്നതുകൊണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഈ പുസ്തകമില്ലേ, ഇതുണ്ടല്ലോ, ഇതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പഴയതുള്ളത് രണ്ടും ഉണ്ട്, പഴയതും പുതിയതും ഒക്കെ ഉണ്ട്. അല്ല, എന്തായിരുന്നാലും ഈ പുസ്തകം ഉണ്ടോ? അതായത് ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇത് ഏത് വർഷത്തിലുള്ള ആണെന്നാണ് കുഴപ്പം. ഈ പുസ്തകം ഏതാണ് കാട്ടിയത്? ഇതാണ് നമ്മുടെ റിവേഴ്സ്ഡ് എഡിഷൻ. ഈ റിവേഴ്സ്ഡ് എഡിഷൻ അല്ല, അതിന് മുമ്പുള്ളത് ഏതായിരുന്നാലും ഇത് റിവേഴ്സ്ഡ് എഡിഷൻ ആണ്. ഇതല്ല ഉദ്ദേശിക്കുന്നത്. ഇതേ ഉണ്ടായിരുന്നു. ഇതില്ലേ? അത് രണ്ടും നമ്മളെ നിങ്ങൾ തുടങ്ങുമ്പോൾ ഇതായിരിക്കും ഉണ്ടാവുക. അതാണ് മുഴുവൻ കണ്ടാലേ മനസ്സിലാവുള്ളൂ ശരിക്കും. നമ്മള് ബുധനാഴ്ചത്തെ ക്ലാസ് അല്ലേ ഇത്? പണ്ട് ബുധനാഴ്ച നടത്തിക്കൊണ്ടിരുന്ന ക്ലാസ് അല്ലേ? ബുധനാഴ്ച ആയിരുന്നല്ലേ? വെള്ളിയാഴ്ച വാട്സപ്പിലെ ക്ലാസ്സുകളുള്ളവരുണ്ട്. വാട്സപ്പ് ക്ലാസ്സിലുള്ളവരൊക്കെ കാണും. അതൊക്കെ എല്ലാം നിങ്ങൾക്ക് ഈ പുസ്തകമായിരിക്കും. 325 രൂപയുടെ പുസ്തകമായിരിക്കും നിങ്ങൾ വാങ്ങി. അതെ അതെ. പല സമയത്തും പല വില, ചിലപ്പം മെമ്മറി കാർഡ് അടക്കമാണെങ്കിലും വേറെ വില വ്യത്യാസം വരും. ഗ്രീൻ കളറിലുള്ളതാണ്. ഗ്രീൻ കളറിലുള്ളത് അത് തന്നെ. ഗ്രീൻ കളറിൽ മുകളിൽ ഖുറാൻ പച്ചയിൽ ഖുറാൻ, ക്രീം കളർ ആയിട്ടാ കാണണേ നമുക്ക്. പച്ചയില് ഖുറാൻ എഴുതിയണ്ട, പച്ച കളറിൽ ഖുറാൻ എന്ന് എഴുതിയത്. ഇതിനകത്ത് അവസാനത്തെ പേജില് അനുബന്ധമുണ്ട്. അനുബന്ധം. ഈ വാക്കുകളെല്ലാം പഠിച്ചാൽ അൽ ബക്കറിലുള്ള എല്ലാ വാക്കുകളും വരും. അൽ ബക്കറിലുള്ള വാക്കുകൾ മിക്കവാറും വരേണ്ടതാണ് ഇതിൽ. അതെല്ലാം എന്താണ്? ഓരോ സ്റ്റഡി ടൂളാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞങ്ങൾ അത് പഠിച്ചിട്ടാണ് ഉസ്താദ് ചോദിച്ച വാക്കിന്റെ അർത്ഥം അതിലില്ലായിരുന്നു പറയാം. നമ്മൾ അൽ ബക്കറ മുഴുവൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് ഇനി വരുന്ന വാക്കുകളെല്ലാം അത് വരണം. ചിലപ്പോ ചില റെയർ വാക്കുകൾ അതിൽ വരില്ല. എന്തിനാണ് 80% നമ്മൾ കമ്പയർ ചെയ്തത്. അപ്പൊ അതിൽ ചില അപൂർവ വാക്കുകൾ 5-ലധികം പ്രാവശ്യം വരാത്ത വാക്കുകൾ ഈ പേരിൽ ഉണ്ടാവില്ല. അവിടെ ശ്രദ്ധിക്കണേ. ഇവിടെ ഏറ്റവും കുറവുള്ളതിന് 20 പ്രാവശ്യമൊക്കെ കൊടുത്തിരിക്കുക. 11 7 ഉണ്ട്. അപ്പൊ ഉണ്ടാവും 7-5 പ്രാവശ്യമൊക്കെ വന്ന വാക്കുകൾ എന്നാണ് എന്റെ ഓർമ്മ ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ കുറച്ച് പ്രാവശ്യം വന്ന വാക്കുകളൊന്നും ഇതിൽ കാണില്ല. ഇതാണ് പ്രധാനമായും പഠിക്കേണ്ടത്. ബാക്കിയൊക്കെ എന്താ പറയാ, അപൂർവം വരുന്ന വാക്കുകളാണ് എന്ന് വിചാരിച്ചത് പഠിക്കണമെന്നല്ല. ബക്കറ പഠിക്കുമ്പോ അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഒരുപാട് പേര്. ഞാനും അല്ലാഹ് സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആൻ പഠിപ്പിച്ചിരട്ടെ, എളുപ്പമാക്കി തരട്ടെ. അത് പ്രായോഗികമായി ജീവിതത്തിൽ പകർത്താനും അടുത്ത ജനറേഷൻ, അടുത്ത തലമുറയ്ക്ക് അതിന്റെ ചൈതന്യം പകർന്നു കൊടുക്കാനും അതില് പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള ആഗ്രഹം അവലംബിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين. والحمد لله رب العالمين. الى اللقاء باذن الله. السلام عليكم ورحمه الله. وعليكم السلام. جزاكم الله خيرا. اياكم.